ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഹിന്ദി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ ഫുൾ ആൻസറും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ മലയാളം മീനിങ്ങും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. ഇതിൽ 6 ആക്ടിവിറ്റി ഉണ്ടാവും. അതിൽ എല്ലാത്തിനും ഉത്തരം എഴുതണം. ഓപ്ഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് അറിയാവുന്ന ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് അറിയാവുന്ന ചോദ്യത്തിന്റെ ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. സൂചന മീഠാ संतरा सम्मरण का यह अंश पढ़े और प्रश्नों का उत्तर लिखे. ഈ ഒരു മീഠാ സന്തര എന്നുള്ള മീഠാ സന്തര എന്ന് പറഞ്ഞാൽ എന്താണ്? മീഠ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ സ്വീറ്റ് ആയിട്ടുള്ള മധുരമുള്ള. സന്തര എന്ന് പറഞ്ഞാൽ അറിയാലോ, ഓറഞ്ച് എന്ന ആ ഒരു ഭാഗത്ത് നിന്ന് പാഠഭാഗത്ത് നിന്നുള്ള ഒരു ചെറിയ പാസേജ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അതൊന്ന് വായിച്ചു നോക്കാം. ആ പാസേജുമായി ബന്ധപ്പെട്ട 2-3 ചോദ്യങ്ങളും തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് പാസേജ് വായിച്ചു നോക്കാം. ഫസ്റ്റ് നോക്കൂ, ലഗ്ബഗ്. ലഗ്ബഗ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട്. ബീസ്. ബീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബീസ് എന്ന് പറഞ്ഞത് 20 അല്ലെ? ബീസ് സാൽ. സാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വർഷം. ബാദ് എന്ന് പറഞ്ഞാൽ ശേഷം. അപ്പോൾ ലഗ്ബഗ് 20 സാൽ ബാദ് എന്ന് പറഞ്ഞാൽ ഏകദേശം 20 വർഷങ്ങൾക്ക് ശേഷം. മേ എന്ന് പറഞ്ഞാൽ ഞാൻ. ഫിർ എന്ന് പറഞ്ഞാൽ പിന്നെയും. ഷിലോങ് ഗയ, ഷില്ലോങ്ങിലേക്ക് പോയി. അപ്പോൾ 20 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എങ്ങോട്ട് പോയി? എങ്ങോട്ട് പോയി? ഷില്ലോങ്ങിലേക്ക് പോയി. ഇവിടെ നമ്മൾ 20 സാൽ എന്ന് പറഞ്ഞാൽ 20 വർഷം. മുജെ എനിക്ക് ഉസ് ബൂഡി കാങ്ക് കി യാദ് ആയി. എനിക്ക് എന്തിന്റെ ഓർമ്മയാണ് വന്നത്? പഴയ കാങ്കിന്റെ ഓർമ്മയാണ് എനിക്ക് വന്നത്. ഓക്കെ, അപ്പൊ കാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൂട്ടി കാങ്ക് എന്ന് പറഞ്ഞാൽ, ബൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? വയസ്സായ ആള്, വയസ്സായ ഓൾഡ് ആയിട്ടുള്ള ആള്. കാങ്ക് എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരി. ഓക്കെ, ഈ യാദ് ആയി. യാദ് എന്ന് പറഞ്ഞാൽ ഓർമ്മ. അപ്പൊ എനിക്ക് ആരെ ഓർമ്മ വന്നു? ആ പഴയ കച്ചവടക്കാരിയെ ഓർമ്മ വന്നു. ബൂഡി എന്ന് പറഞ്ഞാൽ വയസ്സ്, കാങ്ക് എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരി. ഉസ്സെ മിൽനെ മേ ഫിർ മൽക്കി ഹിൽസ് പഹുഞ്ച. ഉസ്സെ മിൽനെ മേ അവരെ കാണാനായി ഞാൻ എങ്ങോട്ട് പോയി? ഫിർ മൽക്കി ഹിൽസ് പഹുഞ്ച, മൽക്കി ഹിൽസിലേക്ക് പോയി. ഉസി ജഗഹ് അവിടെ, ആ സ്ഥലത്ത്. ഉസി ജഗഹ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥലം. ജഹാ വഹ് ചോട്ടി സി കുംഡി മേ ബൈറ്റി ഹുയി ഫൽ ബേച്ചിത്തി. അപ്പോൾ അവിടെ എന്താണ്? ഒരു വഹി ചോട്ടി സി ഗുംഡി. ഗുംഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയൊരു കട. കുംട്ടി എന്നൊക്കെ നമ്മൾ പറയും നാട്ടുഭാഷയിൽ. അപ്പൊ ചെറിയ കടയിൽ എന്തുണ്ട്? ആ ചെറിയ കടയിൽ നിന്ന് പഴങ്ങൾ വിറ്റിരുന്ന സ്ഥലം കണ്ടെത്തി. ചോട്ടി സി ഗുണ്ടിമേ ബൈറ്റി ഹുയി ഫൽ ബേച്ച്തെത്തി. അവിടെ ഇരുന്നിട്ടാണ് അവര് പഴങ്ങളൊക്കെ വിറ്റിരുന്നത്. ബേച്ചിന എന്ന് പറഞ്ഞാൽ എന്താ? വിൽക്കുക. ദുഖാൻ തോ വഹീത്തി. ദുഖാൻ എന്ന് പറഞ്ഞാൽ ഷോപ്പ്. ഷോപ്പ് എന്താണ്? അത് തന്നെയായിരുന്നു. മഗർ വഹ് വൃദ്ധ കഹി നസർ നെഹി ആയേ. ഷോപ്പൊക്കെ അത് തന്നെയായിരുന്നു. കട ഇപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ആരെ കണ്ടില്ല? വഹ് വൃദ്ധ, ആ വൃദ്ധയെ നസർ നെഹി ആയി, എവിടെയും കാണാനില്ലായിരുന്നു. വഹാം ഏക്ക് യുവതി ബൈഠി തീ. പക്ഷെ അവിടെ ആരുണ്ടായിരുന്നു? അവിടെ ഒരു യുവതി ഇരിക്കുന്നുണ്ടായിരുന്നു. ഉസ്കെ പാസ് ഹി ഉസ്കി ചോട്ടി സി ലഡ്കി ബി ബൈഠി തീ. അവിടെ അവളുടെ ഒരു ചെറിയ പെൺകുട്ടിയും അരികിൽ ഉണ്ടായിരുന്നു. ഇത്രയാണ് നമ്മുടെ പാസേജ്. ഇനി നമുക്ക് ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. ലഗ്ബഗ് കിതനെ സാൽ ബാദ് ലേഖക് ഫിർ ഷില്ലോങ് ഗയ. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ലേഖകൻ ഷില്ലോങ്ങിലേക്ക് പോയത്? 10 എന്ന് പറഞ്ഞാൽ 10, 20 എന്ന് പറഞ്ഞാൽ 20, 30 എന്ന് പറഞ്ഞാൽ 30, 40 എന്ന് പറഞ്ഞാൽ 40. നമ്മൾ പഠിച്ചല്ലോ. നമ്മൾ 20 സാൽ കെ ബാദ് എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? 20 ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഷില്ലോങ് പഹുഞ്ച് ലേഖക് മൽക്കി ഹിൽ ക്യോ ഗയ. ഷില്ലോങ് പഹുഞ്ച, ഷില്ലോങ്ങിൽ എത്തിയിട്ട് ലേഖകൻ മൽക്കി ഹില്ലിലേക്ക് എന്തിനാണ് പോയത്? ഓക്കെ, ഫൽ ഖരീദിനെ കെ ലിയെ, പഴങ്ങൾ വാങ്ങാൻ പോയി. പിന്നെന്താണ്? സൈർ കെ ലിയെ, നടക്കാൻ വേണ്ടി പോയി.
പിന്നെന്താണ്? ബൂട്ടി കാങ്സെ മിൽനെ കെ ലിയെ, വൃദ്ധയായ കച്ചവടക്കാരിയെ കാണാനാണ് ദോസ്തോംകെ സെ മിൽനെ ഗയി. ദോസ്തോംകെ, ദോസ്തോം എന്ന് പറഞ്ഞാൽ എന്താണ്? സുഹൃത്തുക്കൾ, സുഹൃത്തുക്കളെ കാണാൻ പോയി. അപ്പൊ ശരിയായ ഉത്തരം നമുക്കറിയാം, ബൂട്ടി കാങ്സെ മിൽനെ കെ ലിയെ ഗയി. വൃദ്ധയായ കച്ചവടക്കാരിയെ കാണാനാണ് പോയത്. നമ്മുടെ പാസേജിൽ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് ടെൻഷൻ ഒന്നുമില്ല, അത് ഇവിടെ തന്നെ ഉണ്ട്. ഉസേ മിൽനെ മേ ഫിർ മൽക്കി ഹിൽസ് പഹുഞ്ച. ഓക്കെ, ഇനി ലാസ്റ്റത്തെ ചോദ്യം എന്താണ്? സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. ശരിയായ പ്രസ്താവന എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ലേഖക ബൂട്ടി കാങ്കി യാദ് ഹായ്. ലേഖകന് ആ പഴയ കച്ചവടക്കാരിയെ ഓർമ്മ വന്നു. ഇനി അടുത്ത പുരാണി ഗുംട്ടിക്ക് സ്ഥാൻ പർ ദുക്കാൻ നഹീ തി. പഴയ എന്താണ്? ഗുംട്ടിക്ക്, ആ ചെറിയ കടയുടെ സ്ഥാനത്ത് കട ഒന്നും ഉണ്ടായിരുന്നില്ല. മൂന്നാമത്തെ ഗുംട്ടിമേ ബൈഠ്കർ ഏക് ദുക്കാൻദാർ ഫൽ ബേച്താ താ. ആ കടയിൽ ഇരുന്നിട്ട് കച്ചവടക്കാരന് ഫൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, പഴങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു. ഗുംട്ടിമേ ബൈഠ്കർ ഏക് യുവതി ഫൽ ബേച്തി തി. കടയിൽ ഇരുന്നിട്ട് ഒരു പെൺകുട്ടി, ഒരു യുവതി എന്താണ്? ഫൽ ബേച്തി തി, പഴം വിറ്റിരുന്നു. അപ്പോൾ ഇതിൽ രണ്ട് ദോ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് പ്രസ്താവന ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അത് ഏതൊക്കെയാണ്? അപ്പൊ നമുക്ക് ആദ്യത്തെ അറിയാം, ലേഖകോ ബൂട്ടി കാങ്കി യാദ് ഹായ്. ഇപ്പൊ ലേഖകന് ബൂട്ടി കാങ്കി യാദ് ആയി, പഴയ കച്ചവടക്കാരി ഓർമ്മ വന്നു, അതുകൊണ്ടാണ് ഷില്ലോങ്ങിലേക്ക് 20 വർഷങ്ങൾക്ക് ശേഷം പോയത്. ഇനി അടുത്തത് എന്താണ്? ഇതൊക്കെ തെറ്റാണ്. പുരാണി ഗുംഡിക്ക് സാത്ത് പർ ദുക്കാൻ, അവിടെ ദുക്കാൻ ഇല്ലായിരുന്നു, ഷോപ്പില്ലായിരുന്നു, അത് തെറ്റാണ്. ഗുംഡിമേ ബൈഠ്കേക്ക് ദുക്കാൻദാർ, ഒരു കച്ചവടക്കാരൻ അവിടെ പഴങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു, അതും തെറ്റാണ്. ഇത് ശരിയാണ്. ഗുംഡിമേ ബൈഠ്കർ ഏക് യുവതി ഫൽ ബേച്തി തി. അവിടെ ഒരു യുവതി ചെറിയ കടയിൽ ഇരുന്നിട്ട് എന്ത് വിറ്റിരുന്നു? പഴങ്ങൾ വിറ്റിരുന്നു. അപ്പൊ ആ ഒരു ഭാഗം ശരിയാണ്. അപ്പൊ നമുക്ക് അത് രണ്ടും എന്താ ടിക്കറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ആക്ടിവിറ്റി നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. രണ്ടാമത്തെ നോക്കൂ. നമൂനെ ദേക്ക് ഏക് ജോഡെ കോലെ സെ ഢൂണ്ട് കർ ലിഖേ. അപ്പൊ ഇവിടെ തോടി മിട്ടി, ഇത് രണ്ടും എന്താണ്? തോടി മിട്ടി യോജിച്ച് എഴുതിയിട്ടുണ്ട്. അതായത് മിട്ടിയെ വിശേഷിപ്പിച്ച്, മിട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? മിട്ടി എന്ന് പറഞ്ഞാൽ ആകാശമാണ്. അപ്പൊ അതിനെ വിശേഷിപ്പിച്ചിട്ട് എഴുതിയിട്ടുണ്ട് തോടി മിട്ടി. ആസ്മാൻ, ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശമാണ്, അതിനെ വിശേഷിപ്പിച്ചിട്ട് കുല ആസ്മാൻ എന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ ഇവിടെ തന്നിരിക്കുന്ന ഓരോ വാക്കിനെയും വിശേഷിപ്പിച്ചിട്ട് എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പേട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, എന്താണ്? മരം ആണ്. അപ്പൊ പേടിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പേട് എന്ന് പറഞ്ഞാൽ, ലാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുവപ്പ്. പേട് എന്ന് പറഞ്ഞാൽ ഊഞ്ച എന്ന് പറഞ്ഞാൽ ഉയരം. ഹര എന്ന് പറഞ്ഞാൽ പച്ച. ഡണ്ട എന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡണ്ട ഹോട്ട്, ചൂടുള്ളത്. ബട എന്ന് പറഞ്ഞാൽ വലിയത്. ഒക്കെ അത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പേടിനെ എന്ത് പറയാം? ഊഞ്ച പേട് എന്ന് പറയാം. അപ്പൊ ഇവിടെ നമുക്ക് ഉയരമുള്ള പേട് എന്ന് പറഞ്ഞാൽ ഉയരമുള്ളതാണല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് യോജിപ്പിക്കാം? ഊഞ്ച പേട് എന്ന് പറയാം. ഇനി അടുത്തത് ഗുലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോസ് ആണ്. റോസ് എന്ത് നിറമാണ്? ലാലാണ്, എല്ലാവർക്കും അറിയാം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ലാൽ ഗുലാബ് എന്ന് എഴുതാം. ചുവന്ന റോസ്. ഓക്കെ, ലാൽ ഗുലാബ്. അപ്പൊ നമുക്ക് ലാലുമായിട്ട് യോജിപ്പിക്കാം. പാനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡണ്ടാപാനി എന്ന് പറഞ്ഞാൽ തണുത്ത പാനി. ഡണ്ട എന്ന് പറഞ്ഞാൽ തണുത്ത. അപ്പൊ ഡണ്ടാപാനി. ഓക്കെ, ഡണ്ടാപാനി. ഓക്കെ, ഇനി അടുത്ത തോത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? തത്തയാണ്. തോത്ത എന്ന് പറഞ്ഞാൽ തത്തയാണ്. തോത്ത എന്ത് കളറാണ് ഉണ്ടാവുക? തത്ത ഹര കളറാണ് ഉണ്ടാവുക, പച്ച കളറാണ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ മക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോപ്പ് എന്താണ്? ബഡ മക്കാൻ. ഓക്കെ, അപ്പൊ നമ്മൾ അത് യോജിപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ ഇവിടെ നോക്കൂ, ഊഞ്ച പേട് വലിയ മരം, ലാൽ ഗുലാബ് ചുവന്ന റോസ്, ഡണ്ടാപാനി തണുത്ത വെള്ളം, ഹര തോത്ത പച്ച തത്ത, ബഡ മക്കാൻ വലിയ ഷോപ്പ്. ഷോപ്പിനെ വിശേഷിപ്പിച്ചാണ് ബഡ. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത്
मिले सबको कविता को यह पंक्तियां पढ़े और प्रश्नों के उत्तर लिखे. അപ്പൊ മിലേ സബ്കോ എന്ന പാഠഭാഗവുമായി അതിലെ ഒരു കവിതയാണല്ലേ, ആ കവിതയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഓക്കെ, ആദ്യം നമുക്ക് അതിന്റെ അർത്ഥം നോക്കാം. ബഹുത്ത് ജരൂരി ഹെ. ജരൂരി എന്ന് പറഞ്ഞാൽ എന്താണ്? അത്യാവശ്യം, എല്ലാവർക്കും ആവശ്യമാണ്. ബഹുത്ത് ജരൂരി ഹെ, എല്ലാവർക്കും ആവശ്യമാണ്. എന്താണ്? കി മിലേ സബ്കോ, എല്ലാവർക്കും കിട്ടണം, കിട്ടുമെന്ന്. എല്ലാവർക്കും നിർബന്ധമാണ്. എന്ത്? മിലേ സബ്കോ, എല്ലാവർക്കും കിട്ടണമെന്ന് എല്ലാവർക്കും നിർബന്ധമാണ്. ഓക്കെ. ഉഗ്നേക്ക് ലിയേ. ഉഗ്നേക്ക് ലിയേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉഖ്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുത്ത് ജരൂരി ഹെ, എല്ലാവർക്കും ആവശ്യമാണ്. ബഹുത്ത് ജരൂരി ഹെ, എല്ലാവർക്കും ആവശ്യമാണ്. ഈ മിലേ സബ്ക്ക്, എല്ലാവർക്കും കിട്ടട്ടെ. ഉഗ്നേക്കലി, ഉഗ്ന എന്ന് പറഞ്ഞാൽ എന്താ? മുളപ്പിക്കാൻ. ഉഗ്ന എന്ന് പറഞ്ഞാൽ എന്താണ്? മുളയ്ക്കാൻ. ഉഗ്നേക്കലി എന്ന് പറഞ്ഞാൽ മുളയ്ക്കാൻ വേണ്ടി. ബഹുത്ത് ജരൂരി ഹെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യമാണ്. തോടിസി, കുറച്ച്. മിട്ടി, മിട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണ്. ബൂന്ത് ബർ നെമി, അല്പം നനവ്. അല്പം നനവ്. ബൂന്ത് ബർ നെമി, അല്പം നനവ് അല്ലെങ്കിൽ അല്പം ഈർപ്പം. തോടിസി ഹവ, തോടിസി ഹവ എന്ന് പറഞ്ഞാൽ കുറച്ച് കാറ്റ് അല്ലേ. ഓർ ധൂപ്, ധൂപ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യപ്രകാശം, സൺലൈറ്റ്. ഖിൽനേക്കെ ലിയേ, പൂക്കാൻ. പക്നേക്കെ ലിയേ തോടിസി ആഗ്. പക്നേക്കെ ലിയേ എന്ന് പറഞ്ഞാൽ പാകപ്പെടാൻ വേണ്ടി. തോടിസി ആഗ്, പാകപ്പെടാൻ വേണ്ടിയിട്ട് എന്താണ് വേണ്ടത്? ഒരു ചെറിയ തീയം. ആഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ് എന്ന് പറഞ്ഞാൽ തീ. ഓക്കെ. പക്കിന എന്ന് പറഞ്ഞാൽ പാകപ്പെടുക. കിൽന എന്ന് പറഞ്ഞാൽ എന്താണ്? പൂക്കാൻ. ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ്. ധൂപ് എന്ന് പറഞ്ഞാൽ എന്താ? സൺലൈറ്റ്. ബൂന്ത് എന്ന് പറഞ്ഞാൽ ഈർപ്പം, തുള്ളി എന്നർത്ഥം. ഓക്കെ. മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കവിത മേ ജമീൻ കെ ലിയേ കിസ് ശബ്ദ കാ പ്രയോഗ് കിയാ ഹെ. അപ്പം കവിതയിൽ ജമീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജമീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജമീൻ എന്ന് പറഞ്ഞാൽ സ്ഥലം, ഭൂമി എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അതിനു വേണ്ടി ഉപയോഗിച്ച പ്രയോഗം എന്താണ്? മിട്ടി. മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണ്. ബൂന്ത് എന്ന് പറഞ്ഞാൽ നനവ്. നമി എന്ന് പറഞ്ഞാൽ എന്താണ്? അല്പം. ധൂപ് എന്ന് പറഞ്ഞാൽ എന്താണ്? ധൂപ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൺലൈറ്റ്. അപ്പൊ ഇതിൽ ഏതാണ് ശരി? ബൂന്ത് എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി, നമി എന്ന് പറഞ്ഞാൽ ഈർപ്പം. ഓക്കെ, അപ്പോൾ ഇതിൽ ജമീൻ എന്ന അർത്ഥം വരുന്നത് നമുക്ക് ഏതുമായിട്ട് യോജിപ്പിക്കാം? മിട്ടി. മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണ്. ഓക്കെ, ഇനി അടുത്തത് കവിതാംശയ്ക്ക് ആധാർ പർ സഹി മിലാൻ കരെ. ഇനി നമുക്ക് കവിത വായിച്ചല്ലോ, അതുമായി ബന്ധപ്പെട്ടിട്ട് മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ഉഗ്നേക്കെ ലിയേ, ഉഗ്നേക്കെ ലിയേ എന്താണ് വേണ്ടത്? മിട്ടി ഓർ നമി ചാഹിയെ. ഉഗ്നേക്കെ ലിയേ മിട്ടി ഓർ നമി ചാഹിയെ. മുളപ്പിക്കാൻ എന്ത് വേണം? വായുവും സൂര്യപ്രകാശവും ഈർപ്പവും വേണം അല്ലേ. മിട്ടി ഓർ നമി ചാഹിയെ, മണ്ണും വേണം ഈർപ്പവും വേണം. ഉഗ്നേക്കെ ലിയ, മിട്ടി ഓർ നമി ചാഹിയെ. കിൽനേക്കെ ലിയ, പൂക്കാൻ എന്ത് വേണം? പൂക്കാൻ എന്ത് വേണം? പൂക്കാൻ എന്താ വേണ്ടത്? ഹവ ഓർ ധൂപ്പ് ചാഹിയെ, കാറ്റും അതേപോലെ തന്നെ സൺലൈറ്റും സൂര്യപ്രകാശവും വേണം. ഓക്കെ, വായുവും സൂര്യപ്രകാശവും വേണം. എന്തിന്? കിൽനേക്കെ ലിയെ. പക്നേക്കെ ലിയെ, പക്നേക്കെ ലിയെ എന്ത് വേണം? പക്നേക്കെ ലിയെ എന്ത് വേണം? പാകപ്പെടാൻ എന്ത് വേണം? ആഗ് ചാഹിയെ. നമ്മൾ വായിച്ചല്ലേ, പക്നേക്കെ ലിയെ എന്ത് വേണം? ആഗ് ചാഹിയെ. അപ്പോൾ ഇത് രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ആക്ടിവിറ്റീൻ്റെ ഫുൾ മാർക്ക് കിട്ടി. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾക്ക് തന്ന കാര്യങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കുക. ഇവിടെ നമുക്കൊരു പ്രശ്നമില്ല. നമുക്ക് ഉഗ്നേക്കെ ലിയെ തോടിസി മിട്ടി ഓർ ബൂന്ത് പറഞ്ഞപ്പോൾ ഉഗ്നേക്കെ ലിയെ മിട്ടിയാണ് വേണ്ടത്, ബൂന്താണ് വേണ്ടതെന്ന് നമുക്ക് ഇവിടെ തന്നോ. കിൽനേക്കെ ലിയെ എന്താ വേണ്ടത്? ഹവ ആണ്, ധൂപാണ് വേണ്ടതെന്ന് ഇതെല്ലാം ഇതിലുണ്ട്. പക്നേക്കെ ലിയെ നമുക്ക് തോടിസി ആകാണ് വേണ്ടത്. ഇത് നിങ്ങൾ 4 എണ്ണം എഴുതിന് നിങ്ങൾക്ക് 4 മാർക്കാണ് കിട്ടുക. ഇതിന് ഓരോന്നിനും ഓരോ മാർക്കാണ് ഉള്ളത്. അപ്പോൾ ഈ 4 മാർക്ക് കിട്ടിയാൽ നമുക്ക് എ കിട്ടി. ആ ആക്ടിവിറ്റിക്ക് നമുക്ക് എ കിട്ടി. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത 2 പ്രോബ്ലംസും പ്രവർത്തനവും നമുക്ക് വളരെ എളുപ്പമാണ്.
ഇനി അടുത്ത നമുക്ക് നോക്കാം. ഇതല്ലെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് വേറെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമുക്ക് എ ഓർ ബി 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അതിൽ നിങ്ങൾക്ക് ഇത് അറിയാമെങ്കിൽ ഇത് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ എന്താണുള്ളത്, ഇവിടെ നോക്കൂ, അതേ സെയിം തന്നെയാണ്, सेम पैसेज है, मिले सबको कविता की पंक्तियां पढ़े और प्रश्नों का उत्तर लिखे. बहुत जरूरी है मिले सबको पंग और उठने के लिए खुला है कि आसमान, उससे भी ज्यादा जरूरी कि मिले सबको जीने के लिए जमीन. ഓക്കെ, അപ്പൊ അതിന്റെ തൊട്ടടുത്ത 8 ലൈനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ബഹുത്ത് ജരൂരി ഹെ, ബഹുത്ത് ജരൂരി ഹെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത്യാവശ്യമാണ്. മിലെ സബ്കോ പങ്ക്, പങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ചിറക്, ചിറകാണ്. പങ്ക് എന്ന് പറഞ്ഞാൽ ചിറക്. അപ്പൊ എന്താണ്, എല്ലാവർക്കും എന്ത് കിട്ടട്ടെ, ചിറകുകൾ ലഭിക്കട്ടെ. മിലേ സബ്കോ പങ്ക്, മിലേ സബ്കോ പങ്ക്. ഓർ ഉഡ്നെ കെ ലിയെ, ഉഡ്നെ കെ ലിയെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഉഡ്നെ കെ ലിയെ എന്ന് പറഞ്ഞാൽ ഉയരാൻ. ഉഡിന എന്ന് പറഞ്ഞാൽ എന്താ, പറക്കുക. ഉഡ്നേക്കെ ലിയെ പറക്കാൻ. ഖുല ഏക് ആസ്മാൻ, ഖുല എന്ന് പറഞ്ഞാൽ എന്താ, തുറന്ന. ഖുല എന്ന് പറഞ്ഞാൽ തുറന്ന, ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശം. അപ്പൊ ഇവിടെ എന്തൊക്കെയാ പറയുന്നത്, ബഹുത്ത് ശരീരിക, എല്ലാവർക്കും അത്യാവശ്യമാണ്. മിലേ സബ്കോ പങ്ക്, എല്ലാവർക്കും പങ്ക് ലഭിക്കട്ടെ, ചിറകുകൾ ലഭിക്കട്ടെ. ഓർ ഉഡ്നേക്കെ ലിയെ, എല്ലാവർക്കും പറക്കാൻ. ഖുല ഏക് ആസ്മാൻ, ഒരു തുറന്ന ആകാശം ലഭിക്കട്ടെ. ഉസ്സേ ഭി ജ്യാദ ജരൂരി ഹെ, അതിനേക്കാൾ പ്രധാനം എന്താണ്, ഈ മിലേ സബ്കോ, എല്ലാവർക്കും കിട്ടട്ടെ. എന്താണ്, ജീനെ കെ ലിയെ ജമീൻ, ജീവിക്കാൻ വേണ്ടി ഭൂമി. മനസ്സിലായോ? അപ്പൊ എന്താണ്, എല്ലാവർക്കും പറക്കാൻ വേണ്ടിയിട്ട് പങ്ക് കിട്ടട്ടെ, എല്ലാവർക്കും പങ്ക് കിട്ടട്ടെ, എല്ലാവർക്കും എന്താണ്, പറക്കാൻ വേണ്ടിയിട്ട് ഒരു തുറന്ന ആകാശം കിട്ടട്ടെ. അതിനെക്കാട്ടിയൊക്കെ ഇമ്പോർട്ടൻ്റ് എന്താണ്, എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടി ഒരു ഭൂമി കിട്ടട്ടെ. ഓക്കെ, മിലേ സബ്കോ എന്ന പാഠഭാഗത്തിലെ 8 വരികളാണ് നമ്മൾ, ആദ്യത്തെ 8 വരിയും രണ്ടാമത്തെ 8 വരിയും നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്ന് നോക്കാം അല്ലേ. ഉഡ്നേക്കെ ലിയെ കിസ്കി ആവശ്യകത അല്ലേ ഹേ, ഉഡിന എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, പറക്കുക. പറക്കാൻ നമുക്ക് എന്താണ് ആവശ്യകത, എന്താണ് നമുക്ക് ആവശ്യം പറക്കാൻ? പയറ്, പയറെന്ന് പറഞ്ഞാൽ എന്താണ്, കാല്. കാലെന്തിനാണ്, നടക്കാനാണ് അല്ലേ. ചോഞ്ച്, ചോഞ്ച് എന്ന് പറഞ്ഞാൽ കൊക്ക്, കൊക്ക്. ഹവ എന്ന് പറഞ്ഞാൽ എന്താണ്, വായു. പങ്ക് എന്ന് പറഞ്ഞാൽ തൂവൽ. അപ്പൊ നമുക്ക് ഉഡ്നേക്കെ ലിയെ കിസ്കി ആവശ്യകത, നമുക്ക് പറക്കാൻ എന്ത് വേണം, ആദ്യം എന്ത് വേണം, പങ്ക് വേണം. ചിറക് വേണം, എന്നാലേ നമുക്ക് പറക്കാൻ കഴിയൂ. അപ്പൊ പങ്ക് എന്ന് നമുക്ക് എഴുതാം. ഇനി അടുത്ത സമാൻ ആശയവാലി പങ്ക്തിയാൻ കവിതാംശസെ ചുൻകർ ലിഖേ. അപ്പോൾ ഇവിടെ ഒന്നിന്റെ അർത്ഥം തന്നിട്ടുണ്ട്. അപ്പൊ ആ അർത്ഥം വരുന്ന വരി നമ്മൾ എടുത്ത് എഴുതണം. ഓക്കെ, നോക്കൂ, ജീവൻ മേ ആകെ बढ़ने के लिए ക്ഷമത और അവസർ चाहिए. ജീവിതത്തിൽ മുന്നേറാൻ നമുക്ക് ക്ഷമയും വേണം, അതേപോലെ നമുക്ക് എന്ത് വേണം, അവസരവും വേണം. ഈ അർത്ഥം വരുന്ന വരി ഏതാന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏത് വരി എഴുതാം, നമുക്ക് ജീവിതത്തിൽ നമുക്ക് മുന്നേറാൻ ക്ഷമ വേണം, അതേപോലെ അവസരവും വേണം എന്ന അർത്ഥമാകുന്ന വരികൾ എന്താണ്, ഇതാണ്. ബഹുത്ത് ജരൂരി ഹേ മിലേ സബ്കോ പങ്ക് ഓർ ഉഠ്നെ കെ ലിയെ ഖുലാ ആസ്മാൻ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്, നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ ഒന്നാമത് കഴിവ് വേണം, കഴിവ്, പങ്ക്, അതാണ് പങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചിറക് വേണം, എന്നാലേ നമുക്ക് പറക്കാൻ കഴിയൂ. പിന്നെ വെറുതെ പറക്കാൻ കഴിയോ, അവിടെ ഓപ്പർച്യൂണിറ്റീസ് വേണം അല്ലേ, അതാണ് ആസ്മാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത അതേപോലെ തന്നെ സബ്കോ ജീനെ കെ ലിയെ ജമീൻ മിൽന ബഹുത്ത് ജരൂരി ഹെ, എല്ലാവർക്കും താമസിക്കാൻ എന്ത് വേണം, എന്ത് വേണം, ജമീൻ. ജമീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഭൂമി വേണം. അത് നമുക്കറിയാം, ലാസ്റ്റത്തെ ഒരു 4 ലൈൻ അല്ലേ. उससे भी ज्यादा जरूरी कि मिलने सबको जीने के लिए जमीन. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ഈ ഒരു ആക്ടിവിറ്റിയും നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത് നോക്കൂ, സൂചന. ഗണ്ട് പടേ ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ. ഈ ഗണ്ട് എന്ന് പറഞ്ഞാൽ ഈ പാരാഗ്രാഫ് വായിക്കുക. പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ, ചോദ്യം. പ്രശ്നങ്ങളുടെ ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. ഓക്കെ, ഇവിടെ മഹാത്മാഗാന്ധിയെ കുറിച്ചിട്ടുള്ള ഒരു ലേഖനമാണ്. മഹാത്മാഗാന്ധിയുടെ ജനനം നടന്ന
ഡേറ്റും വർഷവുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 अक्टूबर 1869 को ഗുജറാത്ത് കെ പോർബന്ദർ മേ ഹുവാ था. എവിടെയാണ് മഹാത്മാഗാന്ധി ജനിച്ചത്? ഗുജറാത്ത് കെ പോർബന്ദർ മേ ഹുവ. ഉൻകാ പൂരാ നാം, അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്തായിരുന്നു? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഹർ സാൽ 2 अक्टूबर, എല്ലാ വർഷവും, സാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വർഷം. 2 अक्टूबर को गांधी जयंती के रूप में देश भर और कई अन्य देशों से मनाया जाता. മനായ എന്ന് പറഞ്ഞാല് ആഘോഷിക്കുക, സെലിബ്രേറ്റ് ചെയ്യാം. അപ്പോൾ 2 अक्टूबर को ഗാന്ധി ജയന്തിക്ക്, അപ്പൊ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി എന്ത് നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തും പുറം രാജ്യങ്ങളിലും ആഘോഷിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം നോക്കാം. മഹാത്മാഗാന്ധിക്ക് ജന്മ കഹാ ഹുവാത്ത. മഹാത്മാഗാന്ധിയുടെ ജന്മം എവിടെയായിരുന്നു? അദ്ദേഹം ജനിച്ചത് എവിടെയായിരുന്നു? ഇവിടെ കറക്റ്റ് ഉത്തരം ഇവിടെ തന്നെ ഉണ്ട് അല്ലേ? നമുക്ക് എവിടെ എഴുതാം? ഗുജറാത്ത് കെ പോർബന്ദറിന് എടുത്തെഴുതിയാൽ മതി. ഗുജറാത്ത് കെ പോർബന്ദറിന് നമ്മൾ എടുത്തെഴുതുക. നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം എല്ലാം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തൊക്കെ നമ്മളെ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. ഉത്തരം എവിടെ ഉണ്ട്? ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ചാൽ മനസ്സിലാവും. ഗാന്ധി ജയന്തി സമാരോഹക്ക് ഏക് പോസ്റ്റർ തയ്യാർ കരേ. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗാന്ധി ജയന്തി സമാരോഹം, ഗാന്ധി ജയന്തി ദിവസത്തിന് വേണ്ടിയിട്ട്, ഗാന്ധി ജയന്തിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പോസ്റ്റർ ഉണ്ടാക്കണം. അപ്പൊ പോസ്റ്റർ ഉണ്ടാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഒരു പോസ്റ്ററിന്റെ മാതൃക ഞാൻ ഇവിടെ കൊടുക്കാം. ഓക്കെ. പിന്നെ നമ്മൾ ഇനിയിപ്പം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം ഒരു നല്ലൊരു ബോക്സ് വരയ്ക്കുക. ഈ ബോക്സ് നിങ്ങളുടെ കലാഭാവന അനുസരിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാം. അങ്ങനെ പല ഫ്ലവേഴ്സും പിന്നെന്താ ഇവിടെ ഡെക്കറേഷനൊക്കെ കൊടുത്തിട്ട് എനിക്ക് അത്ര കലാബോധമില്ല. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം ഈ ഒരു ലൈൻ. പിന്നെ നമ്മൾ ആദ്യം നമ്മൾ ഏതാണോ സ്കൂള് അത് നമ്മൾ എഴുതുക. അപ്പം നമ്മുടെ സ്കൂൾ ഇപ്പോൾ JDT സ്കൂളാണെന്ന് വെച്ചാൽ JDT സ്കൂളിൽ നിന്ന് നമ്മൾ എഴുതുക. JDT സ്കൂളിൽ നിന്ന് നമ്മൾ എഴുതുക. ഓക്കെ, JDT സ്കൂളിൽ നിന്ന് നമ്മൾ എഴുതി. ഓക്കെ, JDT സ്കൂൾ നമ്മുടെ ഏത് സ്കൂളാണോ നിങ്ങളുടെ സ്കൂൾ, അതിൻ്റെ സ്കൂളിൻ്റെ പേര് നമ്മൾ എഴുതുക. JDT സ്കൂൾ വെള്ളിമാട് കുന്ന്, അല്ലെങ്കിൽ JDT സ്കൂൾ കാലിക്കറ്റ് എന്നൊക്കെ നമുക്ക് എഴുതാം. നമ്മൾ സ്കൂളിൻ്റെ പേര് ആദ്യം എഴുതുക. അത് നമ്മൾ എന്തായാലും പഠിക്കണം. നമ്മൾ സ്കൂളിൻ്റെ പേരൊന്നും എഴുതാൻ നമ്മൾ പഠിക്കണം. ഏതാണോ സ്കൂൾ ആ സ്കൂളിൻ്റെ പേര് എഴുതാൻ പഠിക്കുക. ഓക്കെ, ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ബോർഡർ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് നമ്മുടെ സ്കൂളിൻ്റെ പേര് എഴുതുക. അവനാ പഠിക്കുന്ന സ്കൂളിൻ്റെ പേര് എഴുതാൻ പഠിച്ചു വെക്കണം ഹിന്ദിയിൽ. പിന്നെ നമ്മൾ എഴുതേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചോദ്യത്തിൻ്റെ ഉണ്ടല്ലോ ഗാന്ധി ജയന്തി സമാരോഹ്, അത് നമ്മൾ ഇവിടെ എഴുതുക. സ്കൂളിൻ്റെ പേര് ആദ്യം എഴുതി. പിന്നെ നമ്മൾ എഴുതേണ്ടത് ഗാന്ധി ജയന്തി, ഇവിടെ നോക്കിയിട്ട് അങ്ങോട്ട് എഴുതിയാൽ മതി. ഗാന്ധി ജയന്തി സമാരോഹ്, അത് നമ്മൾ ഈ ബോക്സിൻ്റെ ഉള്ളിൽ നോക്കണം. ഇത് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റായിട്ടാണ്. ഓക്കെ, അതെഴുതി. നമ്മുടെ സ്കൂളിൻ്റെ പേര് എഴുതി. പിന്നെ നമ്മൾ എഴുതേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 2 अक्टूबर എന്നില്ലേ, അതങ്ങോട്ട് എഴുതി വെക്കുക. 2 अक्टूबर, അതും ഇവിടെ നോക്കിയിട്ട് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. 2 अक्टूबर 2025 to 25. 2 अक्टूबर ഇവിടെ എഴുതി വെക്കുക. എന്നിട്ട് 2025 എന്ന് എഴുതാം. ഓക്കെ, പിന്നെ നമ്മൾ എക്സ്ട്രാ എഴുതേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എപ്പോഴാണ് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ രാവിലെ ആണല്ലോ ഉണ്ടാവുക. അപ്പം നമ്മളവിടെ സമയ് സുബഹ് എന്ന് പറഞ്ഞാൽ രാവിലെ, 9 ബജെ എന്ന് എഴുതാം. 9 മണിന്ന് എഴുതാം. പിന്നെ സബ്കാ സ്വാഗത്, അത് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. ഈ പോസ്റ്ററൊക്കെ എഴുതുമ്പോൾ സബ്കാ സ്വാഗത്, ഇത്രയും മതി. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇതിലില്ലേ. പിന്നെ അവനാൻ്റെ സ്കൂളിൻ്റെ പേരൊക്കെ അവനാൻ എന്തായാലും പഠിച്ചിരിക്കണം, ഇങ്ങനെ പോസ്റ്റർ വന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതിലൊരു 2 സെൻറ്റൻസ് മാത്രമേ നമ്മൾ ആഡ് ആക്കിയിട്ടുള്ളൂ. സമയ് സുബഹ് എന്താണ് 9 ബജെയും സബ്കാ സ്വാഗത്. ബാക്കി നമ്മുടെ സ്കൂളിൻ്റെ പേര് ഗാന്ധി ജയന്തി സമാരോഹ്, പിന്നെ 2 अक्टूबर, അതൊക്കെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്.
അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ പേരൊക്കെ ആ സ്കൂളിൻ്റെ പേര് എഴുതുമ്പോൾ അവിടെയൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ഒരു പെൻസിൽ കൊണ്ടൊക്കെ അല്ലെങ്കിൽ ക്രയോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനോടൊന്ന് ഷെയ്ഡ് ചെയ്യുക. നമ്മൾ എഴുതുന്ന കാണുന്ന വിധത്തിൽ അങ്ങനെയൊക്കെ മനോഹരമാക്കുക കേട്ടോ, അടിപൊളിയാക്കുക. ഓക്കെ, അടിപൊളിയാക്കുക. നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലേ. ഓക്കെ, നമുക്ക് ഇനിയിപ്പം അടുത്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു മോഡൽ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇതേപോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, അടുത്ത ആക്ടിവിറ്റി നമുക്ക് നോക്കാം. കവിതാംശ് പഠേ ഒരു പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ. ഈ കവിത വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. മൻ മൻ എന്ന് പറഞ്ഞാൽ എന്താ, മനസ്സ്, ഹാർട്ട്. ഓക്കെ, മൻ കർത്താ ഹേ. മൻ കർത്താ ഹേ എന്ന് പറയുന്നത് മനസ്സ് പറയുന്നു. മൻ കർത്താ ഹേ, മനസ്സ് പറയുന്നു. പേട് പൻകർ, പേട് എന്ന് പറഞ്ഞാൽ എന്താണ്, മരം, ട്രീ. മരമായി മാറാൻ, മരമായി മാറിയിട്ട് എന്ത് ചെയ്യാനാണ്? സബ്കോ ശീതൾ. ശീതൾ എന്ന് പറഞ്ഞാൽ എന്താ, നല്ല തണുത്ത. ഛായ, ഛായ എന്ന് പറഞ്ഞാൽ തണൽ അല്ലെങ്കിൽ ഷാഡോ എന്നൊക്കെ പറയാം, ഛായാതോ. അപ്പോൾ എന്താണ് മനസ്സ് പറയുന്നത്? ഒരു മരമായിട്ട് മാറിയിട്ട് എല്ലാവർക്കും നല്ല തണുത്ത തണൽ നൽകാൻ എനിക്ക് തോന്നുന്നു. മൻ കർത്താ ഹേ, എനിക്ക് തോന്നുന്നു, എൻ്റെ മനസ്സ് പറയുന്നു. പേട് ബൻകർ സബ്കോ ശീതൾ ഛായാതോ. പിന്നെന്താണ്, മൻ കർത്താ ഹേ ബാദൽ ബൻകർ. ബാദൽ എന്ന് പറഞ്ഞാൽ എന്താ, മേഘം. മേഘമായിട്ട് എനിക്ക് തോന്നുകയാണ്, മേഘമായിട്ട് സബ്കോ സ്വച്ഛ് പാനി തോ. സ്വച്ഛ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വച്ഛ് എല്ലാവർക്കും ശുദ്ധമായ പാനി. പാനി അറിയാലോ, ജലം, വെള്ളം നൽകാനും എനിക്ക് തോന്നുന്നു എന്ന് പറയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പോയല്ലേ. അപ്പം ആദ്യത്തെ ചോദ്യം നോക്കാം. ബാദൽ ഹമേ ക്യാ ദേത്തി ഹേ. എന്താണ് ബാദൽ? ബാദൽ എന്ന് പറഞ്ഞാൽ എന്താണ്, മേഘം. മേഘം നമുക്ക് നൽകുന്നത് എന്താണ്? ധൂപ്, വെയിലാണോ? ഗർമി, ചൂടാണോ? പാനി, വെള്ളമാണോ? ഹവ, വായുവാണോ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ബാദൽ ബൻകർ സബ്കോ സ്വച്ഛ് പാനി ദോ. ബാദൽ ബൻകർ സബ്കോ സ്വച്ഛ് പാനി ദോ. എല്ലാവർക്കും നല്ല ശുദ്ധമായ വെള്ളം നൽകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ ഏത് ഓപ്ഷനാണ് ഇടുക? ഈ ഓപ്ഷൻ വേണ്ട, ഈ ഓപ്ഷൻ വേണ്ട, നമ്മളെ ഓപ്ഷൻ പാനിയാണ്. അപ്പൊ ബാദൽ തരുന്നത് എന്താണ്? പാനിയാണ്. ഇനി കുറച്ചും കൂടി, കവിതാമേ ചാർ പങ്ക്തിയാം ചോടെ. ഈ കവിതയിൽ ഒരു 5 ചാർ എന്ന് പറഞ്ഞാൽ 4 4 വരികൾ. പങ്ക്തി എന്ന് പറഞ്ഞാൽ ലൈൻസ്, ജോടെ 4 വരികളും കൂടി നിങ്ങളോട് കൂട്ടിച്ചേർക്കാൻ. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാം? നിങ്ങൾ എന്തായി മാറാനും എന്തായി നൽകാനാണ് ആഗ്രഹിക്കുന്നത്? അത് നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, നമുക്കിപ്പോൾ മൻ കർത്താ ഹേ ഫൂൽ ബൻകർ സബ്കോ മൻകോ കോമൾ കരെ. നമുക്ക് ഫൂൽ എന്ന് പറഞ്ഞാൽ പൂവായി മാറിയിട്ട് എല്ലാവരുടെയും മനസ്സിനെ അങ്ങോട്ട് കോമളമാക്കാൻ, മനോഹരമാക്കാൻ നമുക്ക് തോന്നുന്നു. പിന്നെ നമുക്ക് എഴുതാം മൻ കർത്താ ഹേ കോയൽ ബൻകർ, അതായത് കുയിലായി മാറിയിട്ട് സബ്കോ മീട്ടി ഗാന സുനാദു, എല്ലാവർക്കും നല്ല പാട്ട് കേൾപ്പിക്കാൻ എനിക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. അത് നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് നമുക്ക് എഴുതാം. ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കൂ. ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്, ആരും മിസ്സാക്കരുത്. നമുക്ക് ഹിന്ദിയിൽ നമുക്ക് എന്താണ്, താലിക के 5 फलों का नाम ढूंढ लिखे. അപ്പോൾ ഇതിൽ നമ്മൾ ആ, നാ, താം, സാ എന്നൊക്കെ കുറേ അക്ഷരങ്ങൾ, ഹിന്ദിയിലെ അക്ഷരങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് നമ്മൾ 5 പഴങ്ങളുടെ പേരാണ് നമുക്ക് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്, ആ വെച്ചിട്ട് എന്തായിരിക്കും തുടങ്ങുക? ആ വെച്ചിട്ടുണ്ട്, അതേപോലെ വെച്ചിട്ടുണ്ട്. ആ വെച്ചിട്ട് നമുക്ക് അനാർന്ന് എഴുതാം അല്ലേ, അനാർന്ന് എഴുതാം. അപ്പം അനാർന്ന് എഴുതാം, ആ വെച്ചിട്ട് അനാർന്ന് എഴുതാം. പിന്നെ എന്ന് പറഞ്ഞാൽ അങ്കുർന്ന് എഴുതാം. അങ്കുർ അറിയാലോ, മുന്തിരിയാണ്. പിന്നെ നമുക്ക് എന്തെഴുതാം? കെ വെച്ചിട്ട് കേല. കേല എന്ന് പറയുന്നത് എന്താണ്? പഴമാണ്. ഇവിടെ ഇല്ലേതാ കേല. പിന്നെ സേബ് അറിയാലോ. പിന്നെ സന്തര. ഓക്കെ, സന്തര. പിന്നെ അങ്കുർ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ, നമ്മളിങ്ങനെ ജസ്റ്റ് എഴുതിയാൽ മതി. പിന്നെ ഇത് അന്നാസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് 5 ഫ്രൂട്ട്സിൻ്റെ പേര് ഇവിടെ തന്നെ ഉണ്ട്. അതായത് അങ്കുർ,
പിന്നെ കേല, സേബ്, സന്തര. ഓക്കെ, അപ്പോൾ നമ്മളത് റൗണ്ട് ഇട്ടിട്ട് കാര്യങ്ങൾ ഇങ്ങോട്ട് എടുത്തെഴുതി. വളരെ സിമ്പിൾ അല്ലേ? വെരി സിമ്പിൾ. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. चले कहानी का यह अंश पढ़े और प्रश्नों के उत्तर लिखे. അപ്പം ചലേ കഹാനി നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, അതിലുള്ള ഒരു 4 ലൈനാണ്. ഓക്കെ, ആ 4 ലൈന് നിങ്ങൾ വായിച്ചിട്ട്, ഓക്കെ, 4 ലൈന് നിങ്ങൾ വായിച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഉത്തരങ്ങൾ എഴുതാം. ഓക്കെ, രാത് കോ ദോനോ ബിസ്തർ പർ ലേട്ടേ തേ. രാത്രിയിൽ രണ്ടുപേരും ബിസ്തർ എന്ന് പറഞ്ഞാൽ എന്താണ്? കട്ടില് കിടക്കുകയായിരുന്നു. ലേട്ടേ തേ. അമ്മ പറഞ്ഞു, അബ് നഹീ ചലൂങ്കി സ്കൂട്ടി, ഇനി സ്കൂട്ടർ ഓടിക്കാൻ പറ്റും തോന്നില്ല. ലോഗ് ഹസ് രഹേ തേ. ലോഗ് ചിരിക്കാണ് ആൾക്കാർ. ലോഗ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ, പീപ്പിൾ. ഹസ് രഹേ തേ എന്ന് പറഞ്ഞാൽ ചിരിക്കുക. ഹസ് എന്ന് പറഞ്ഞാൽ ചിരിക്കുക, ഹസ്ന. മുജെ ഗിർത്താ ദേക്കർ, എന്നെ എന്ത് കണ്ടിട്ട്? ഞാൻ വീഴുന്നത് കണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ ചിരിക്കാണ്. ഫിർ ഗയോ തോ ക്യാ മസാ തോ ആയ. വീണാലെന്താ? നല്ല രസമുണ്ടായിരുന്നു. ടുക്കു പറഞ്ഞു. അപ്പൊ എന്താ പറയുന്നത് ടുക്കു? അബ് നഹി ചലാഊങ്കി സ്കൂട്ടി, ഞാനിനി സ്കൂട്ടർ ഓടിക്കുന്നേ ഇല്ല. ലോക ആശ്രഹത്തെ, ആളുകൾ ചിരിക്കുകയായിരുന്നു. മുജേ ഗിർത്താ ദേക്കർ, എന്നെ താഴെ കിടക്കുന്ന, ഞാൻ വീഴുന്ന കണ്ടിട്ട് ആൾക്കാരൊക്കെ ചിരിക്കുകയായിരുന്നു. വീണാലെന്താ? മസാത്തോ ആകയാ, നല്ല രസമുണ്ടായിരുന്നു. ഇതാണ് നല്ല രസമുണ്ടായിരുന്നു. ഇനി അടുത്തത് ഫിർ ഗയാ തോ ക്യാ മസാത്തോ ആകയാ, യഹ് വാക്യ കിസ്നെ കഹാ. ഇതാരാ പറഞ്ഞത്? വീണാലെന്താ? നല്ല രസമുണ്ടായിരുന്നു. ഇതാരാ പറഞ്ഞത്? ടുക്കു. അപ്പൊ ടുക്കുവിന്റെ പേര് ഇവിടെ തന്നെ ഉണ്ട്, ഇതങ്ങോട്ട് എഴുതിയെടുക്കാം, ഒരു മാർക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് എന്താണ്? ടുക്കു കീസ് ദിൻ കി ഡയറി ലിഖേ, അന്നത്തെ ഡയറി എഴുതാനാണ്. അപ്പൊ എന്താണ്? അപ്പൊ നമുക്ക് എന്താ ആദ്യം എഴുതേണ്ടത്? എന്താണ്? ഡേറ്റ് ആണ്. താരീഖ് എഴുതുക. ഓക്കെ, എന്നിട്ട് ഡേറ്റ് മസ്റ്റ് ആണ്. നമ്മൾ ഡയറി എഴുതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡേറ്റ് എഴുതിയിട്ടാണല്ലോ ഡയറി എഴുതുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? കൽക്കാദിൻ അവിസ്മരണീയത, മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു. കൽക്കാദിൻ അവിസ്മരണീയത. അമ്മാനെ സൈക്കിൾ ഓർ സ്കൂട്ടി ഖരീദി, അമ്മ സൈക്കിളും അതേപോലെ സ്കൂട്ടിയും വാങ്ങി. യേ ചലാനെ കെ ബാരെ മേ സോച്ച്കർ രാത് കോ ഹം ദോനോ കി നീന്ത് നഹി ആയി. അതാലോചിച്ചിട്ട് ഞങ്ങൾക്ക് രണ്ടാക്കും രാത്രിയിൽ ഉറക്കം തന്നെ വന്നില്ല. സുബഹ് ഹി മേ സൈക്കിൾ ഓർ അമ്മാനെ സ്കൂട്ടി നിക്കാലെ. അങ്ങനെ രാവിലെ ആയപ്പോൾ ഞാൻ സൈക്കിളും കൊണ്ടു, അമ്മ സ്കൂട്ടിയും കൊണ്ട് പുറപ്പെട്ടു. ദോനോനെ ആപ്പസ് മേ ജ്യാദാ ദൂർ മത്ത് ജാനേക്കോ കഹ, രണ്ടുപേരും അധികം ദൂരമൊന്നും ഇല്ലാണ്ട് പോണെന്ന് പറഞ്ഞു. സൈക്കിൾ ചലാനെ ലഗ്തോ ബാലൻസ് നഷ്ട ഹോക്കെ മേ നീച്ചെ ഗിർപട. അപ്പൊ ബാലൻസ് ഇല്ലാണ്ട് ഞാൻ താഴെ വീണു. അമ്മ ബി സ്കൂട്ടി സെ ഗിർപടി, അമ്മയും വീണു. ഗിർ ഗയാത്തോ ബഹുത്ത് മസാകെ, വീണാലെന്താ? നല്ല രസമുണ്ടായിരുന്നു. ധീരെ ധീരെ സീക്കിലേക്ക്, മെല്ലെ മെല്ലെ നമ്മൾ പഠിച്ചോളും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഡയറി എഴുതാനുള്ളത്. നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടത്തിൽ നിങ്ങൾക്ക് എഴുതാം. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ ഇച്ചും ബിനിയും ആ കഹാനി നിങ്ങൾ സ്റ്റോറി വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, തബ് തോ മുझे भी ചീട്ടി ബന്നി ഹെ, എന്നാ എനിക്കും എന്താവണം? ഉറുമ്പാവണം. ചീട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറുമ്പ്, ആൻറ്റ്. ബിനിയ പറഞ്ഞു, ഇച്ചു തുജ്കോ ക്യാ ബന്നാ ഹെ, നിനക്ക് എന്താണ് ആവേണ്ടത്? മുജ്കോ പാനി മേ മസേ സെ പടാ രഹന അച്ഛാ ലഗ്താ ഹെ, എനിക്ക് വെള്ളത്തിൽ ഇങ്ങനെ സുഖമായിട്ട് കിടക്കാൻ ഇഷ്ടമാണ് എന്നറിയാം.
മേ തോ മൈൻസ് ബനോങ്കെ, ഞാൻ എരുമയാകും. എരുമ ആണല്ലോ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുക. മൈൻസ് ബനോങ്കെ. തുജ്കോ ദൂത് അച്ഛാ ലഗ്താ ഹെ നാ ബിനിയ, നിങ്ങൾക്ക് പാലിഷ്ടല്ലേ ബിനിയ? തോ തൂ ദൂത് പീനെ ആനാ, അപ്പം നീ വന്ന് പാല് കുടിക്കും. പർ തബ് തൊമ്മേ ചീറ്റി ഹോവുങ്ക, അപ്പം പക്ഷെ ഞാൻ ഒരു ഉറുമ്പാകും എന്ന് പറയാണ്. മേ ദൂത് കൈസെ ബി സക്തി ഹും ബിനിയ ബോലി, എങ്ങനെ എനിക്ക് പാല് കുടിക്കാൻ കഴിയാ? ഇച്ചു ക്യാ ബന്ന ചാത്ത ഹെ, ഇച്ചുവിന് എന്താവാനാണ് ആഗ്രഹം? ചീണ്ടി. ചീണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറുമ്പ്, ബൈൻസ്, കായ്, സ്വാർ. അപ്പൊ ഏതാണ്? ഇവിടെ പറഞ്ഞല്ലോ, ബൈൻസ് ആണ് അവൻ, എരുമ ആവാനാണ് ഇഷ്ടം. ഓക്കെ, ഇനി അടുത്തത് ഈ സന്ദർഭമേ ഇച്ചു ഓർ ബിനിയാക്കെ ബീച്ച് കി ബാച്ചിസിലിക്ക്, ഇവർ തമ്മിലുള്ള സംഭാഷണം നമുക്ക് അങ്ങനെ തന്നെ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ അങ്ങോട്ട് എടുത്ത് എഴുതാം. ഓക്കെ, അപ്പം ബിനിയ എന്താ പറയുന്നത്? ബിനിയ ഇച്ചുമേ ചീട്ടി ബനു, ഞാൻ എന്താവും? ഉറുമ്പാക്കും. അപ്പോൾ ഇച്ചു പറയാ അച്ഛാ തോമേ ബൈൻസ് ബനോगे, ഞാൻ എന്നാല് എരുമ ആകും. ബിനിയ ചോദിക്കും ബൈൻസ് ക്യോ, എന്തിനാണ് എരുമയാകുന്നത്? ഇച്ചു മുझे പാനി മേ രഹന അച്ഛാ ലഗ്താ ഹെ, എനിക്ക് വെള്ളത്തിൽ കിടക്കുന്നത് വലിയ ഇഷ്ടമാണ്. അപ്പം ബിനിയ മുझे ദൂത് പസന്ത് ഹെ, എനിക്ക് പാലിഷ്ടമാണ്. തോ തും ദൂത് പീനെ ആന, നീ പാല് കുടിക്കാൻ വരൂ. ലേക്കിൻ മേ തോ ചീട്ടി ഹൂം, ദൂത് കൈസെ പിയൂ, ഞാനൊരു ഉറുമ്പല്ലേ, പിന്നെ എങ്ങനെ ഞാൻ പാല് കുടിക്കും? ഇച്ചു ടീക്ക് ഹേ ഫിർ മേ ഗന്ന ബൻ ജാത്താ ഹൂ, ഞാൻ കരിമ്പായിക്കോളാം. അച്ഛാ തബ് മേ രസ് പീനെ ജാऊंगी, അപ്പോൾ ഞാൻ കരിനീര് കുടിക്കാൻ വരാം. ഇത്രയാണ് നമ്മൾ വിശദമായിട്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മലയാളമൊക്കെ നല്ലവണ്ണം മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ വീണ്ടും കാണാം.